പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു വോയിസ് കേൾക്കുക, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. போலீஸோ வேற யாராச்சும் வந்து ஏதாவது சொன்னா நீங்க யாருக்காகவும் தலைக்குழிய வேண்டாம், இத போட்டு காமிச்சிருங்க. ஏன்னா அவங்க இதுதான் சாக்குன்னு உங்களை இன்னும் அசிங்கப்படுத்த நினைப்பாங்க. இத யாரு முன்னாடி வேணாலும் போட்டு காமிச்சிருங்க. என்னோட இந்த முடிவுக்கு என்னோட திருமண வாழ்க்கை தான் உண்மையான காரணமே. அவங்களும் அவங்க குடும்பம் தான் காரணமே. പ്രിയ സുഹൃത്തുക്കളെ, തമിഴ്നാട്ടിലെ ഇപ്പൊ പുതിയതായിട്ട് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിന് കാരണം അതിന്റെ ഭർത്താവും അതിന്റെ കുടുംബക്കാരും ഒക്കെയാണ് പറഞ്ഞിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ ഈ സമൂഹത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നിയമത്തില് വളരെ സിമ്പിളായിട്ട് ഒരു ഡൈവോഴ്സ് വാങ്ങിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാനും അത് മാത്രമല്ല വേറൊരു കല്യാണം കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പെണ്ണിനും ഉണ്ട്, ആണിനും ഉണ്ട്. ഇന്ന് വേറൊരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പഴയ കാലത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് കുറ്റങ്ങൾ പറയുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ല. ഇന്നത്തെ ജനറേഷൻ അങ്ങനെയാണ്. പക്ഷെ ഇതുപോലെ മണ്ടത്തരങ്ങൾ ചെയ്ത് ആത്മഹത്യ ചെയ്യുന്നവരോട് എനിക്ക് ഇപ്പം നമ്മൾ ആരെങ്കിലൊക്കെ ഇത് കേൾക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇത് തികച്ചും നിങ്ങളുടെ പരാജയമാണ്. നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള ആ ഒരു എന്താ പറയുക, ഒരു പവർ, ഒരു മനസ്സിനൊരു പവർ ഉണ്ടാവുമല്ലോ, അതില്ല. വളരെ ലോല ഹൃദയത്തിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അബദ്ധമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് തികച്ചും വീണ്ടും ആ വീട്ടുകാർക്ക് നിങ്ങളുടെ ഈ ഒരു മരണം കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. അവരെ സംബന്ധിച്ചോളം കുറച്ച് ദിവസം ഒരു കേസ് നടക്കുകയും ചെയ്യും, കുറച്ച് നാണക്കേടുണ്ടാവും. അത് കഴിഞ്ഞ് അവൻ വേറൊരു പെണ്ണെ കെട്ടിയിട്ട് അവൻ സുഖമായിട്ട് ജീവിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒപ്പമുള്ള ആ ഒരു നല്ല ജീവിതവും നിങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എന്നും മരണം വരെയും അവരുടെ വേദനകൾ, നിങ്ങളെ ഓർമ്മകൾ, നിങ്ങളുടെ ആ ഒരു മരണത്തിന്റെ വേദനയും കൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം, അതായത് നിങ്ങൾ വലിയ രീതിയിലുള്ള ഒരു വേദന നിങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മരണത്തിലൂടെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഒരിക്കലും അത് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതൊരു കാര്യവും ചിലപ്പോൾ പരാജയപ്പെടാൻ വിജയിക്കാം. അപ്പോൾ നമ്മളൊരു കല്യാണത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എന്താവുന്നു, അത് പരാജയപ്പെടുന്നു. പ്രശ്നമില്ല, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഓപ്ഷനുകൾ ഇപ്പോൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു പുതിയ കല്യാണം കഴിക്കാനൊക്കെ എന്താ പറയുക, ശ്രമിക്കുക. അതല്ലാതെ പോയിട്ട് പെട്ടെന്ന് ഒരു കയറിൽ അവസാനിപ്പിക്കരുത്. അത് നിങ്ങളുടെ മാത്രം പരാജയമാണ്. ഇപ്പോൾ ഈ പെൺകുട്ടി മരിച്ചതുകൊണ്ട് അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും ഏറ്റവും കൂടുതൽ